നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ അടുത്ത പാർട്ടുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും കണ്ടിരുന്ന് രസിക്കാനായി ധാരാളം ദൃശ്യങ്ങൾ ഇതിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാനായി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, സാധാരണ ക്രിക്കറ്റ് കളിയിലെ നിയമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കണ്ടം ക്രിക്കറ്റ് കളിയിലെ നിയമങ്ങൾ. പിന്നിലേക്ക് അടിച്ചാൽ റൺസ് ഇല്ല, ലോങ്ങിലേക്ക് അടിച്ചാൽ അടിച്ചവൻ ഓടണം. അതുപോലെ തന്നെ ഒരു കണ്ടം ക്രിക്കറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയും അതുപോലൊരു നിയമമുണ്ട്. കാട്ടിലേക്ക് അടിച്ചാൽ അടിച്ചവൻ തന്നെ പോയി പന്തെടുക്കണം. ഡാടാ നിന്നെ എന്നാ നോക്കുന്നത്? ഡ്രസ് നോക്കിയതാ. ഡ്രസ് നോക്കിയോ? ഡ്രസ്സിന്റെ കളർ എന്നാ? പിന്നെ നീ എന്തോ ശ്രദ്ധിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അതെ, അവൻ ഡ്രസ്സ് തന്നെയാണ് നോക്കിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെയധികം ഫേമസ് ആയിരുന്നു ബക്കറ്റ് ചിക്കനൊക്കെ. അപ്പോൾ ഇവിടെ ഇവർ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. എന്തായി എന്ന് നോക്കാം. ഇപ്പോഴേ പറഞ്ഞതാ, വല്ല ചിക്കൻ കറിയോ മറ്റോ വെച്ചാ മതി എന്ന്. If you leave them, baby, let me down slowly. जिसके आने से मुकम्मल हो गई थी जिंदगी दस्तके खुद. പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനൊരു ചതി ആരോടും ചെയ്യരുത്. ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർ പുതിയ ഒരു സ്കൂട്ടർ വാങ്ങാനായി വന്നിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി ആ സ്കൂട്ടറിന്റെ പെട്രോൾ ടാങ്ക് കുറെ നേരമായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നോക്കിയിട്ടും അത് കാണാത്തത് കൊണ്ട് അത് എവിടെയാണെന്നാണ് പുള്ളിക്കാരിയുടെ സംശയം. തികച്ചും ന്യായമായ ഒരു സംശയമാണ്. കാരണം ഇങ്ങനെ പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും നോക്കി വെക്കണം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പുള്ളിക്കാരി പെട്രോൾ ടാങ്ക് തപ്പുന്നത്. இந்த வண்டி பார்க்க வந்திருக்கோம். என்னன்னே தெரியலையா, எலக்ட்ரிக் வண்டி. തങ്ങളുടെ ടീച്ചറിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ബാഗിൽ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ ടീച്ചർക്കുള്ള വെഡ്ഡിംഗ് ഗിഫ്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ സംഗതി അതല്ല. കല്യാണക്കുറിയോ? രാമ 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 പാഹിമാം, രാവണന്റെ കാൽച്ചുവട്ടിൽ നിന്നു പാഹിമാം. റാണി പോലെ ഞാൻ പഠിപ്പിച്ച രാമ 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 പാഹിമാം, രാവണന്റെ കാൽച്ചുവട്ടിൽ നിന്നു പാഹിമാം. താങ്ക് യു സാർ. എന്തായാലും റെക്കോർഡ് ഒപ്പിട്ട ശേഷം ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. നല്ല സ്നേഹമുള്ള പിള്ളേരാ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ്. ചർച്ചാ വിഷയം എന്തെന്നാൽ, കടലയാണെങ്കിൽ പിന്നെ കപ്പലണ്ടി കടലയാണോ? കപ്പലണ്ടി കടല. അപ്പൊ കടലക്കോ? കടല കടലക്ക് കടല തന്നെ. കപ്പലണ്ടിക്കോ? കപ്പലണ്ടില്ലേ കടല. പുട്ടും കടലയില്ലേ, ആ ബ്ലാക്ക് കളറ്, ആ കടലക്ക് എന്താ പറയാ? ഓ, നീ പുട്ട് തിന്നാത്ത പോലെ അല്ല, സാധാ പുട്ടും കടലല്ലേ? അല്ല, അതല്ല ചോദിക്കുന്നത്. കടലയ്ക്ക് ആടെ പുട്ടും കടല എന്നാ പറയാ, വേറെ ഒന്നും പറയുന്നില്ല. അപ്പൊ കപ്പലണ്ടിക്കോ? ഇത് രണ്ടും രണ്ടാ. ആ, ഈ കൊണ്ടാണ് നീ പുട്ട് കഴിക്കുന്നത്. കടല് കാണാൻ പോകുമ്പോ തിന്നുന്നത് കപ്പലണ്ടി ഇല്ലേ, ആ അത് പറയാ കടലാന്നാ. അപ്പൊ കടലക്കോ? കടല കാര്യോ? ഞാൻ തമാശ കാര്യം പറഞ്ഞു. ശരിക്കും? അപ്പൊ അതും കടല ഇതും കടല? രണ്ടും കടല തന്നെ. കപ്പലണ്ടിക്കും കടല, പുട്ടിന്റെ കൂടെ തിന്നുന്ന മറ്റേ വെള്ളത്തിലിട്ട് കറി വെക്കുന്ന നല്ല വ്യത്യാസം. നമ്മൾ നിരവധി വ്ളോഗർമാരെ കണ്ടിട്ടുണ്ട്, പല വ്ളോഗുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ചില വ്ളോഗർമാർ അവരുടെ വ്ളോഗുകൾ വ്യത്യസ്തമാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്നവരാണ്. അതിനി തെങ്ങിന്റെ അറ്റമായാലും. അമ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം വരുന്ന പച്ച നിറത്തിലുള്ള ഒരു വാൽ നക്ഷത്രം ഇവിടെ വലിയ ചർച്ചയായത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്.
അതൊക്കെ കേട്ടാൽ പിന്നെ ആർക്കായാലും അതിനെ കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടാകില്ലേ? അങ്ങനെ വാൽനക്ഷത്രത്തെ കാണാനായി ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് നിങ്ങളിവിടെ കാണുന്നത്. അല്ല ഇജ്ജ് അങ്ങോട്ടൊക്കെ അവിടെ എന്താ ലേറ്റ് ആരാ പോയോക്ക എന്താ ഇവിടെ കാട്ടു എന്താ ഇവിടെ പരിപാടി? കൊറേ ആയാലും നിൽക്കണു എന്താ മറ്റേ 50,000 കൊല്ലം മുമ്പ് പോയ വാൽനക്ഷത്രല്ലേ അതിപ്പോ വരും. അപ്പൊ രാത്രി ആയിട്ട് ഇത് കാണാനല്ല. അപ്പൊ അങ്ങനെ ലേറ്റ് അടിച്ച് നോക്കിയോ? അത് കാണായിട്ടാണ് നിങ്ങൾ ഈ ഫോണിന്റെ ഫ്ലാഷ് അടിച്ച് നോക്കി കുത്തിരിക്കണത്. ജയിച്ച എന്താ ഡ്യൂട്ടി? അത് വടക്ക് കൂടി വരുന്ന വടക്കേതാ നോക്കി കുത്തിരിക്കല്ലേ? ഓരോരോ ടീം ആളുകൾ നോക്കി ഫ്ലാഷ് അടിച്ചായിട്ട് വാൽനക്ഷത്രം നോക്കാം. വാൽനക്ഷത്രം കാണാനായിട്ട് ആകാശത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുകയാണ് അവന്മാർ. അതുകൊണ്ട് കൂട്ടത്തിലെ കുറച്ച് ബോധമുള്ളവനാണെന്ന് തോന്നുന്നു. അവൻ അവർക്ക് അതിലെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നൊക്കെയുണ്ട്. എന്താവെന്ന് നോക്കാം. അവരൊക്കെ സ്കൂൾ കിട്ട നേരെ 4 വായിച്ചിട്ട് കൊലയിൽ കിട്ടിയത് അവിടെ മന്താളെ ആ ഫ്ലാഷ് അടിച്ചിട്ട് നേരെ ഈ ടോർച്ച് അടിച്ചു നോക്കി നേരെ കാണും. ഇത് നേരത്തെ കൊണ്ടുവന്ന് അത് അതിലും വലുത്, ഇതിലും ഭേദം മാറ്റന്മാർ തന്നെയായിരുന്നു. കണ്ടോ കണ്ടോ ക്ഷമിക്കോടെ കണ്ടോ? ഇതാണ് പറഞ്ഞത്. ഇവർക്ക് അന്തല്ല, അതല്ല. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു നൈറ്റ് ഫുൾ ഓഫ് സെലിബ്രേഷൻ. കാണൂ, ആസ്വദിക്കൂ. ഫുട്ബോൾ കേരളത്തിൽ വളരെയധികം ഫാൻസ് ഉള്ള ഒരു സ്പോർട്സ് ആണ്. അപ്പോൾ കേരളത്തിലെ കുറച്ച് ഡൈ ഹാർഡ് ഫുട്ബോൾ ഫാൻസിനെ നമുക്ക് കാണാം. പൊളി ഒന്നും പറയില്ല. ആര് ഗോൾ അടിക്കുന്നതാണ് കരുതുന്നത്? നിങ്ങളുടെ വിനീതെന്ന് ജിങ്കനൊക്കെ വരും പൊളിക്കാണ്. വിനീതും ജിങ്കനും വരും എന്നൊക്കെ പറയുന്നുണ്ട്. വിനീതും ജിങ്കനൊക്കെ ടീം മാറിയത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് കടുത്ത ആരാധകരാണെന്നാണ് നമുക്ക് തോന്നുന്നത്. മെസ്സി, റൊണാൾഡോയും ഇവനും നെയ്മറും ഒക്കെ ഒരു ടീമിലെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു സത്യം. ഇപ്പോഴാണ് അനിയനാണ് എനിക്ക് പറഞ്ഞത്. അവന് 3 ടീമാണ്. പോർച്ചുഗൽ എന്നൊരു ടീമുണ്ട്, അർജന്റീന എന്നൊരു ടീമുണ്ട്. അർജന്റീന ടീമുണ്ടെന്ന് മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ബ്രസീലും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ പോർച്ചുഗൽ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞത് അറിയാമോ? സീരിയസ് ആയിട്ട് എന്റെ പൊന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. ഇങ്ങനെ 3 പേര് ഞാൻ വിചാരിച്ചെന്തോ റൊണാൾഡോ ശേഷം അവര് ഓരോന്ന് ഗ്യാസ് മാറ്റി അടിച്ചു കളി. കുറച്ച് വൈകിയാണെങ്കിലും ആ സത്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. അടുത്തതായി ഇവിടെ കാണാൻ പോകുന്ന ഈ സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് ഫസ്റ്റ് നൈറ്റിനുള്ള പ്രാക്ടീസോ മറ്റോ ആണ് എന്നാണ്. എന്നെ അനുഗ്രഹിക്കണം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. കുളിക്കും രാവേറെയായി നിന്റെ നെയ്യിൽ ചന്തം പാചാലമായൊരു ഞാൻ അത്രക്കാരൻ നെഹിഹേ. അതെ അതെ, അവന് പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവനൊന്ന് പിടിച്ചു എന്നാണ് അവൻ പറയുന്നത്. അത് പേടിച്ചിട്ടൊന്നുമല്ല, എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും. അല്ലാതെ അവന് പേടിയില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. Cap a la dreta per Xavi, assistència de Xavi més cap a la dreta per Messi, Messi, immens Messi, encara 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 Messi, gol, 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 gol. നമുക്ക് പലർക്കും കാണും ഇതുപോലെ പിള്ളേരുടെ കൂടെ കളിച്ച ആളാവാൻ നോക്കുന്ന ഒരു ചങ്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.